സ്വാഗതം ടോപ് 10ലേക്ക്. ഹംപിയോ ദിവ്യയോ, ആര് ജയിച്ചാലും ആദ്യ വനിതാ ലോകകപ്പ് ചെസ് ചാമ്പ്യൻ അത് ഇന്ത്യക്കാരിയാകുമെന്ന് ഉറപ്പായിരുന്നു. എങ്കിലും കൊനേരു ഹംപി ഗ്രാൻഡ് മാസ്റ്റർ ആകുമ്പോൾ ജനിച്ചിട്ട് പോലുമില്ലാത്ത ദിവ്യ ഇന്ന് അതേ ഹംപിയെ കീഴടക്കി ലോക വനിതാ ചെസ് ചാമ്പ്യൻ ആകുമ്പോൾ ആ നേട്ടത്തിന് മധുരമേറുകയാണ്. രാജ്യത്തെ സംബന്ധിച്ച മറ്റൊരു നേട്ടം കൂടിയുണ്ടായ ദിവസമാണിന്ന്. ഓപ്പറേഷൻ സിന്ദൂറിൽ അന്ന് ബാക്കിയാക്കിയ ഭീകരരുടെയും കണക്ക് ഇന്ത്യൻ സൈന്യം തീർത്തു. 14 ദിവസം പിന്തുടർന്ന ശേഷം ഓപ്പറേഷൻ മഹാദേവിലൂടെയാണ് വകവരുത്തിയത്. ഇന്നത്തെ വാർത്തകൾ സമഗ്രമായി നോക്കാം. ആദ്യം 10 പ്രധാന വാർത്തകളിലേക്ക്. പഹൽഗാം ആക്രമണത്തിന്റെ സൂത്രധാരനെയും 2 ഭീകരരെയും വധിച്ച സൈന്യം. നടപടി ഓപ്പറേഷൻ മഹാദേവിൽ. ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയുടെ ശക്തി ലോകത്തെ അറിയിച്ച ധീരമായ ഐതിഹാസിക നടപടിയെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ലോക്സഭയിൽ. അമേരിക്കയുടെ ഇടപെടലുണ്ടായി എന്ന പ്രതിപക്ഷ ആരോപണം തള്ളി. ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ വ്യാപക പ്രതിഷേധം. ഇരുവർക്കുമെതിരെ പ്രലോഭിപ്പിച്ച മതം മാറ്റാനും മനുഷ്യക്കടത്തിനും ശ്രമിച്ചു എന്ന എഫ്ഐആർ. വേദനയും പ്രതിഷേധവുമെന്ന KCBC. കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന CSI സഭ. പാർലമെന്റിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം. നടന്നത് മതം മാറ്റ ശ്രമമെന്ന ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണു സായ്. I think Divya's evaluation bar just hit. Here we are. Divya Deshmukh. What the emotions. Has done it, ladies and gentlemen. She cannot hold her tears. This is such a moment for all of us. Look at her. She's actually Congratulations crying. to the winner. ചെസ് വനിതാ ലോക കിരീടം ദിവ്യ ദേശ്മുഖിന്. ഇന്ത്യൻ താരങ്ങളുടെ ഫൈനലിൽ കൊനേരു ഹംപിയെ തോൽപ്പിച്ചു. 19-കാരിയുടെ കിരീട നേട്ടം ടൈ ബ്രേക്കറിൽ. ADGP MR അജിത് കുമാറിനെ എക്സൈസ് കമ്മീഷണറായി നിയമിച്ചു. അജിത് കുമാറിനെ പോലീസിൽ നിന്ന് മാറ്റാൻ തീരുമാനിച്ചത് ശബരിമല ട്രാക്ടർ യാത്രയെ തുടർന്ന്. മാറ്റം ഹൈക്കോടതിയെ അറിയിക്കും. ലക്ഷങ്ങൾ മുടക്കി കടലിൽ പോയിട്ടും വരുമാനമില്ലാതെ മത്സ്യത്തൊഴിലാളികൾ. മത്സ്യബന്ധന യാനങ്ങൾക്ക് ഇന്ധന നികുതി ഇളവ് കിട്ടാത്തതും തിരിച്ചടി. സർക്കാർ ഇടപെടൽ ഉണ്ടായില്ല എങ്കിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധമെന്ന ഭാരതീയ മത്സ്യപ്രവർത്തക സംഘം. ടോപ് 10 സ്പെഷ്യൽ. വെള്ളാപ്പള്ളി നടേശന്റെ വെല്ലുവിളിക്ക് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ്. UDF-നെ അധികാരത്തിൽ തിരിച്ചെത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് VD സതീശൻ. പാലോട് രവിയുടെ ഫോൺ സംഭാഷണം ചോർന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അന്വേഷിക്കും. DCC പ്രസിഡന്റായി ചുമതലയേറ്റ N ശക്തൻ. അറിവിന്റെ കണ്ണുകളിലൂടെ കാരുണ്യത്തിന്റെ കൈകളിലൂടെയും ലോകത്ത് സ്നേഹത്തിന്റെ വിപ്ലവമുണ്ടാകണമെന്ന ജ്ഞാനസഭയിൽ സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവി. വിദ്യാഭ്യാസത്തിലൂടെ സാമൂഹിക പരിവർത്തനവും വിശ്വമംഗളവും സാധ്യമാകണമെന്ന RSS സർസംഘചാലക് മോഹൻ ഭാഗവത്. ജ്ഞാനസഭയ്ക്ക് കൊച്ചിയിൽ സമാപനം. ബ്രെയിൽ ലിപി പാഠപുസ്തകങ്ങൾ ഇല്ലാത്തതിനാൽ പ്രതിസന്ധിയിലായി കാഴ്ച പരിമിതിയുള്ള ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ. പഠനത്തിനായി മറ്റുള്ളവരുടെ സഹായം തേടേണ്ട അവസ്ഥ. നടപടിയെടുക്കാതെ വിദ്യാഭ്യാസ വകുപ്പ്. ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊല വെളിപ്പെടുത്തലിൽ തെളിവെടുപ്പ്. മുൻ ക്ഷേത്ര പരിചാരകനെയും കൊണ്ട് നേത്രാവതി നദിക്കരയിൽ എത്തിച്ച് തെളിവെടുത്തു. 20 വർഷത്തിനിടെ കാണാതായവരുടെ വിവരങ്ങൾ ശേഖരിച്ച പ്രത്യേക അന്വേഷണ സംഘം. സ്റ്റോറി ഓഫ് ദ ഡേ. കൺകുളിർക്കെ കാണാം മാവരപ്പാറ. ഓപ്പറേഷൻ സിന്ദൂറിൽ അന്ന് ബാക്കിയായതാണ്. പക്ഷേ സൈന്യം മറന്നില്ല. 14 ദിവസം പിന്തുടർന്ന് ഒടുവിൽ കൊന്നൊടുക്കി. ഓപ്പറേഷൻ മഹാദേവിലൂടെ പഹൽഗാം ആക്രമണത്തിന്റെ സൂത്രധാരനെയും 2 ഭീകരരെയുമാണ് സൈന്യം വധിച്ചത്. പെഹൽഗാം ഭീകരർക്ക് വേണ്ടിയുള്ള തെരച്ചിലിന്റെ ഭാഗമായാണ് ജമ്മുകശ്മീരിലെ ലിഡ്വാസിൽ സൈന്യം തീവ്രവാദികളുമായി ഏറ്റുമുട്ടിയത്. ഓപ്പറേഷൻ മഹാദേവ് എന്ന് പേരിട്ടിരിക്കുന്ന സൈനിക നടപടിയുടെ ഭാഗമായിരുന്നു തെരച്ചിൽ. സൈന്യത്തിനൊപ്പം CRPF-ഉം ജമ്മുകശ്മീർ പോലീസും ചേർന്നായിരുന്നു ഓപ്പറേഷൻ. സൈനിക നടപടിയിൽ ലഷ്കർ-ഇ-തൊയ്ബയുടെ 3 ഭീകരരാണ് കൊല്ലപ്പെട്ടത്. മറ്റൊരു ആക്രമണത്തിന് പദ്ധതി ഇടുന്നതിനിടയിലാണ് ഭീകരരെ വധിച്ചതെന്ന് സേനാവൃത്തങ്ങൾ അറിയിച്ചു. പെഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്തവരാണ് കൊല്ലപ്പെട്ട ഭീകരർ.
രാജ്യത്തെ നടുക്കിയ ജമ്മു കശ്മീരിലെ പെഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ മലയാളി ഉൾപ്പെടെ 27 പേരാണ് കൊല്ലപ്പെട്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഭീകരർക്കായി സംയുക്ത ഓപ്പറേഷൻ തുടരുന്നതായി സേന അറിയിച്ചു. ന്യൂസ് ഡെസ്ക് അമൃത TV. ഓപ്പറേഷൻ സിന്ദൂർ 22 മിനിറ്റ് കൊണ്ട് ലക്ഷ്യം കണ്ടു എന്ന ലോക്സഭയിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. രാജ്യത്തിന്റെ യശസ്സുയർത്തിയ നടപടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ. അമേരിക്കയുടെ ഇടപെടലുണ്ടായി എന്ന പ്രതിപക്ഷ ആരോപണത്തെയും പ്രതിരോധ മന്ത്രി തള്ളി. പഹൽഗാം ആക്രമണത്തോടുള്ള ഇന്ത്യയുടെ പ്രതികരണമായ ഓപ്പറേഷനെക്കുറിച്ച് പാർലമെന്റിൽ ചർച്ചയാരംഭിച്ചുകൊണ്ട് ലക്ഷ്യങ്ങൾ പൂർണ്ണമായും നേടിയതിനാൽ സായുധ സേന പാകിസ്ഥാനെതിരായ ആക്രമണം നിർത്തിവെച്ചതായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടിവരയിട്ട് പറഞ്ഞു. ഇന്ത്യയുടെ യുദ്ധ സംവിധാനങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ലെന്നും ഹനുമാൻ ലങ്കയിൽ ചെയ്തതുപോലെ ഇന്ത്യ പ്രവർത്തിച്ചുവെന്നും പ്രതിരോധ മന്ത്രി വ്യക്തമാക്കി. ഭയന്ന് പാകിസ്ഥാൻ ചർച്ചയ്ക്ക് തയ്യാറായി. സേനയുടെ മഹത്വവും ധീരതയും ലോകമറിഞ്ഞെന്നും പ്രതിരോധ മന്ത്രി ലോക്സഭയിൽ പറഞ്ഞു. നമ്മുടെ പ്രിയപ്പെട്ടവരെ കൊന്നവരെയാണ് സൈന്യം വധിച്ചത്. उसे हम पूरी तरह से हासिल कर चुके थे. इसलिए यह कहना, यह मानना कि यह ऑपरेशन किसी दबाव में रोका गया था, यह बेबुनियाद है और सरासर गलत है. അമേരിക്കയുടെ ഇടപെടലിനെ തുടർന്നാണ് യുദ്ധത്തിന് സമവായമുണ്ടായതെന്ന പ്രതിപക്ഷ ആരോപണത്തിനും പ്രതിരോധ മന്ത്രിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു. ഇന്ത്യയുമായും പാകിസ്ഥാനുമായുമുള്ള വ്യാപാരം വിച്ഛേദിക്കുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആവർത്തിച്ചുള്ള അവകാശവാദങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ട് ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങി ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിവെച്ചിട്ടില്ലെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉറപ്പിച്ചു പറഞ്ഞു. ഏതെങ്കിലും സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിവെച്ചതെന്ന് പറയുന്നതോ വിശ്വസിക്കുന്നതോ അടിസ്ഥാനരഹിതവും പൂർണ്ണമായും തെറ്റുമാണ്. സംഘർഷത്തിനിടയിലും മുൻപും നിശ്ചയിച്ചിരുന്ന രാഷ്ട്രീയ സൈനിക ലക്ഷ്യങ്ങൾ പൂർണ്ണമായും നേടിയെടുത്തതിനാലാണ് ഇന്ത്യ ഓപ്പറേഷൻ നിർത്തിവെച്ചതെന്നും പ്രതിരോധ മന്ത്രി പറഞ്ഞു. വെടിനിർത്തലിന് അമേരിക്ക മധ്യസ്ഥത വഹിച്ചുവെന്ന ട്രംപിന്റെ ആവർത്തിച്ചുള്ള അവകാശവാദം സർക്കാരിനെ ആക്രമിക്കാൻ പ്രതിപക്ഷത്തിന് ആയുധങ്ങൾ നൽകി. നേരിട്ടിടപെടൽ നടത്തിയതുകൊണ്ടാണ് വെടിനിർത്തൽ നിലവിൽ വന്നതെന്നാണ് പ്രതിപക്ഷത്തിന്റെ വാദം. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവത്തിൽ FIR വിവരങ്ങൾ പുറത്ത്. ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. സിസ്റ്റർ പ്രീതി 1-ാം പ്രതിയും സിസ്റ്റർ വന്ദന 2-ാം പ്രതിയുമാണ്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്കെതിരായ കേസിൽ ഗുരുതര വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. സിസ്റ്റർ പ്രീതിയാണ് കേസിലെ 1-ാം പ്രതി, സിസ്റ്റർ വന്ദന 2-ാം പ്രതിയുമാണ്. നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം സെക്ഷൻ 4 BNS 143 എന്നീ കുറ്റങ്ങൾ ചുമത്തി 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണിത്. പെൺകുട്ടികളെ നിർബന്ധിച്ച് മതം മാറ്റിയെന്ന് സംശയിക്കുന്നു. മനുഷ്യക്കടത്തും സംശയിക്കുന്നുവെന്ന് FIR-ൽ പറയുന്നു. വെള്ളിയാഴ്ചയാണ് സഭയ്ക്ക് കീഴിലെ സ്ഥാപനങ്ങളിലേക്ക് ജോലിക്കായി 3 പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന 2 മലയാളി കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിലെ ദുർഗിൽ അറസ്റ്റ് ചെയ്തത്. മനുഷ്യക്കടത്ത്, നിർബന്ധിത മതപരിവർത്തനം എന്നിവ ആരോപിച്ചാണ് ബജ്രംഗ് ദൾ പ്രവർത്തകർ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ കന്യാസ്ത്രീകളെ തടഞ്ഞുവെച്ചത്. അതേസമയം ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്ത കന്യാസ്ത്രീകൾക്ക് നീതി ലഭ്യമാകാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. കസ്റ്റഡിയിലെടുത്ത ശേഷം ഇവരുമായി ആശയവിനിമയം നടത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് ബന്ധുക്കൾ പരാതിയുമായി സമീപിച്ചുവെന്നും മുഖ്യമന്ത്രി കത്തിൽ ചൂണ്ടിക്കാട്ടി. കേരളത്തിൽ ക്രൈസ്തവ സംഘടനകളെ കൂടെ നിർത്താൻ BJP ശ്രമിക്കുമ്പോൾ പാർട്ടി ഭരിക്കുന്ന ഛത്തീസ്ഗഡിലുണ്ടായ ഈ സംഭവം ഏത് രീതിയിലാകും ഇനി പ്രതിഫലിക്കുക എന്നത് ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക് അമൃത TV. കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത വിഷയത്തിൽ ആദ്യ പ്രതികരണവുമായി ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണു ദേവ് സായ്. പ്രലോഭനങ്ങളിലൂടെ മതം മാറ്റാൻ ശ്രമം നടന്നുവെന്നും നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നും മുഖ്യമന്ത്രി X-ൽ കുറിച്ചു. വിഷയത്തിന് രാഷ്ട്രീയ മുഖം നൽകരുത് എന്നും സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഗുരുതര വിഷയമാണിതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. എല്ലാ മതവിഭാഗങ്ങളിലുമുള്ള ജനങ്ങളും ഐക്യത്തോടെ ജീവിക്കുന്ന സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഛത്തീസ്ഗഡിലെ ദുർഗിൽ മനുഷ്യക്കടത്തും മതപരിവർത്തനവും ആരോപിച്ച് മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത് സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. കേരളത്തിലെ MP-മാർ വിഷയം പാർലമെന്റിൽ ഉന്നയിച്ചു. ശക്തമായി അപലപിക്കുന്നുവെന്ന് മതമേലധ്യക്ഷന്മാരും രാഷ്ട്രീയ നേതാക്കളും പ്രതികരിച്ചു. കന്യാസ്ത്രീകൾ അറസ്റ്റിലായത് ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം പാർലമെന്റിന്റെ ഇരുസഭകളും തള്ളി. സഭാ കവാടത്തിനു മുന്നിൽ ധർണ നടത്തി പ്രതിപക്ഷ MP-മാർ പ്രതിഷേധിച്ചു. അറസ്റ്റിനെ ശക്തമായി അപലപിക്കുന്നുവെന്ന് CSI മധ്യ കേരള മഹാ ഇടവക ബിഷപ്പ് മലയിൽ സാബു കോശി ചെറിയാൻ പറഞ്ഞു. ഏത് മതത്തിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യവും ഇന്ത്യൻ ഭരണഘടനയിലുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കന്യാസ്ത്രീകളെ അകാരണമായി ജയിലിലടച്ച ആ നടപടിയെ ശക്തമായി അപലപിക്കുക. ഏത് വിശ്വാസത്തെയും പ്രഘോഷിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടന നൽകുന്നുണ്ട്. ഉത്തരേന്ത്യയിൽ പീഡനവും കേരളത്തിൽ പ്രീണനവുമാണ് BJP നടത്തുന്നതെന്ന് മലങ്കര ഓർത്തഡോക്സ് അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ പറഞ്ഞു.
മതസ്വാതന്ത്ര്യത്തിനും ഭരണഘടനയ്ക്കും എതിരായ പ്രവർത്തനമാണ് ഛത്തീസ്ഗഡിലെ അറസ്റ്റെന്ന് CBCI അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പ്രതികരിച്ചു. മതസ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്ത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മതസ്വാതന്ത്ര്യത്തിന് തന്നെയുള്ള ഒരു തെറ്റാണ്. മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ ചുരുക്കം ചില സംസ്ഥാനങ്ങളിൽ ആവർത്തിച്ചുണ്ടാകുന്ന ആക്രമണങ്ങൾക്ക് സ്ഥായിയായ പരിഹാരം കാണണമെന്ന് കർദിനാൾ ബസേലിയോസ് ക്ലിമീസ് കാതോലിക്ക ബാവയും ആവശ്യപ്പെട്ടു. 2 സ്ത്രീകൾ, കന്യാസ്ത്രീകൾ അവരുടെ വേഷത്തിൽ കാണപ്പെട്ടതിനെ ഇത്രയും അപമാനിക്കേണ്ട കാര്യം എന്താണ്? അവരെന്ത് ദ്രോഹമാണ് ചെയ്തത്? ഈ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് അത് ആവർത്തിക്കപ്പെടുന്നു. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷ വേട്ടയാണ് നടക്കുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അതിശക്തിയായ രീതിയിലുള്ള ന്യൂനപക്ഷ വേട്ടയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തുടനീളം പ്രത്യേകിച്ച് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വൈദികരും കന്യാസ്ത്രീകളും പീഡിപ്പിക്കപ്പെടുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും ആരോപിച്ചു. അവർക്കിപ്പോൾ അവരുടെ ഔദ്യോഗിക സഭാ വസ്ത്രം ധരിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ പോലും പറ്റാത്ത സ്ഥിതിയിലേക്കാണ്. രാജ്യത്തുടനീളം ഇത് നടക്കുമ്പോൾ ഇവിടെ ഈസ്റ്ററിനും ക്രിസ്മസിലും ഇതേ ആളുകൾ കേൾക്കൊണ്ടിരിക്കുകയാണ് ക്രൈസ്തവ ഭവനങ്ങളിൽ. കാപട്യമാണ്. കേരളത്തിൽ അരമനകളിൽ കയറിയിറങ്ങി അവരെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന BJP വടക്കേ ഇന്ത്യയിൽ അവരെ അടിച്ചമർത്തുന്നുവെന്നായിരുന്നു മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ഒരിക്കലും അംഗീകരിക്കാനാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹിന്ദു ഇതര മതവിഭാഗങ്ങൾക്ക് രാജ്യത്ത് സുരക്ഷിതത്വം നഷ്ടപ്പെട്ടതായി മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. വിഷയത്തിൽ ബിഷപ്പുമാരെ വിമർശിച്ച് മന്ത്രി V ശിവൻകുട്ടി രംഗത്തെത്തി. സഭയുടെ പത്രത്തിൽ എഡിറ്റോറിയൽ എഴുതുകയും അരമനയ്ക്കകത്ത് കയറിയിരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്താൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകില്ല. പ്രധാനമന്ത്രിയോട് പരാതി പറയാൻ തിരുമേനിമാർ ധൈര്യം കാണിക്കുന്നില്ലെന്നും മന്ത്രി പറഞ്ഞു. സംഭവത്തിൽ കൃത്യമായ അന്വേഷണം ഉണ്ടാവണമെന്ന് മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ് പറഞ്ഞു. ക്രൈസ്തവ വിരുദ്ധത വളരെ തീവ്രമായി RSS രാജ്യത്ത് നടപ്പിലാക്കുന്നുവെന്നും ക്രൈസ്തവ നേതൃത്വം ഇത് നേരത്തെ മനസ്സിലാക്കണമായിരുന്നുവെന്നും തൃണമൂൽ കോൺഗ്രസ് നേതാവ് PV അൻവർ കോഴിക്കോട് വ്യക്തമാക്കി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. കന്യാസ്ത്രീകൾ പ്രതിയാക്കപ്പെട്ട സംഭവത്തിന് പിന്നാലെ കേരളത്തിൽ നിന്നുള്ള BJP സംഘം ഛത്തീസ്ഗഡിലേക്ക്. BJP സംസ്ഥാന അധ്യക്ഷൻ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S സുരേഷ് പറഞ്ഞു. സംഭവത്തെ വർഗീയമായി മുതലെടുക്കാൻ ശ്രമിക്കുന്നുവെന്നും എല്ലാ സഹായവും BJP സംസ്ഥാന ഘടകം ചെയ്തിട്ടുണ്ട് എന്നും BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് പറഞ്ഞു. സംഭവത്തിൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട BJP സംസ്ഥാന അധ്യക്ഷൻ പ്രധാനമന്ത്രിയെ സമീപിച്ചിട്ടുണ്ടെന്നും കേരളത്തിൽ നിന്നുള്ള സംഘം നാളെ ഛത്തീസ്ഗഡിലെത്തുമെന്നും സഭാംഗങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള പിന്തുണയും നൽകുമെന്നും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S സുരേഷ് പറഞ്ഞു. പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷന്റെ നിർദ്ദേശപ്രകാരം ഛത്തീസ്ഗഡിലേക്ക് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ അനൂപ് ആന്റണിയുടെ നേതൃത്വത്തിലുള്ള സംഘം നാളെ തന്നെ എത്തുന്നു. അവർക്ക് വേണ്ടിയുള്ള എല്ലാവിധ സഹായവും അവിടെ ചെന്ന് നിന്ന് അവിടുത്തെ സംസ്ഥാന സർക്കാരുമായിട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പാർട്ടിയുടെ സംസ്ഥാന ഘടകം തീരുമാനിച്ചിരിക്കുകയാണ്. ജുഡീഷ്യൽ കസ്റ്റഡിയിലായതിനാൽ നിയമം വഴിയെ മറ്റ് നടപടികൾ നടക്കുമെന്ന BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് കൂട്ടിച്ചേർത്തു. എല്ലാ സഹായവും BJP സംസ്ഥാന ഘടകം ചെയ്തിട്ടുണ്ട്. ഉത്തരേന്ത്യയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുന്ന കോൺഗ്രസാണ് അവിടെയുള്ളത്. കേരളത്തിൽ പല പ്രശ്നങ്ങളും പെരുപ്പിച്ചു കാണിക്കുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ നിമിഷം വരെ കന്യാസ്ത്രീകൾക്ക് വേണ്ടി എന്ത് ചെയ്തുവെന്നും ഷോൺ ജോർജ് ചോദിച്ചു. സ്വാഭാവികമായും ഈയൊരു ജുഡീഷ്യൽ പ്രോസസ്സിലൂടെ മാത്രമേ നമുക്ക് ജാമ്യം ലഭിക്കൂ. നീതി ലഭ്യമാക്കാൻ എന്തു ചെയ്യണോ അതെല്ലാം ഇനിയും ഈ വിഷയത്തിൽ ദുരിതം അനുഭവിക്കാതിരിക്കാൻ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെ വേണോ അതെല്ലാം BJP സംസ്ഥാന കേന്ദ്ര ഘടകങ്ങൾ ഈ വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. CPM വിഷയത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നുവെന്നും BJP സംസ്ഥാന നേതൃത്വം ആരോപിച്ചു. അമൃത ന്യൂസ്, തൃശൂർ. മതേതര സ്വഭാവത്തിനും പൗരസ്വാതന്ത്ര്യത്തിനുമെതിരായ വെല്ലുവിളിയാണ് കന്യാസ്ത്രീകളുടെ അറസ്റ്റെന്ന് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി. രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരല്ല എന്ന് വരുത്തി തീർക്കാൻ ആരൊക്കെയോ ശ്രമിക്കുകയാണ്. കന്യാസ്ത്രീകൾ മതപരിവർത്തനം നടത്തുന്നു എന്ന ആരോപണം വസ്തുതാപരമായി ശരിയല്ല എന്നും ബിഷപ്പ് പറഞ്ഞു. വളരെ ദുഃഖകരമായ ഒരു അനുഭവത്തിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് ക്രൈസ്തവ ലോകം ഏറെ ഭീതിയുടെ നിഴലിലാണ് ഇപ്പോൾ കഴിയുന്നത് എന്ന് പറയാതെ നിവൃത്തിയില്ല. രാജ്യത്തിൻ്റെ മതേതരത്വത്തിന് ഭീഷണിയായ കാര്യമാണ്. നിസ്വാർത്ഥമായി സേവനം ചെയ്തിരുന്ന ഈ സിസ്റ്റേഴ്സിനെ ജയിലിലടയ്ക്കാൻ കാണിച്ചത് ഭാരതത്തിൻ്റെ മതേതര സ്വഭാവത്തിനും ഭരണഘടന നൽകുന്ന പൗരസ്വാതന്ത്ര്യത്തിനുമെതിരായുള്ള വെല്ലുവിളിയായിട്ട് മാത്രമേ ഞങ്ങളതിനെ കാണുന്നുള്ളൂ.
സംഘപരിവാറിന്റേത് ഇരട്ടത്താപ്പെന്ന യാക്കോബായ സഭ നിരണം ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ കൂറിലോസ്. ഇവിടെ മധുരം വിളമ്പുമ്പോൾ വടക്കേ ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്ക് കയ്പാണ് കൊടുക്കുന്നത്. ഇവിടെ പുണ്യാളന്റെയും കന്യാമറിയത്തിന്റെയും ചിത്രത്തിൽ സ്വർണ്ണാഭരണങ്ങൾ ചാർത്തുമ്പോൾ വടക്കേ ഇന്ത്യയിൽ ആ രൂപങ്ങളൊക്കെ തല്ലി തകർക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന അനുവദിക്കുന്ന മനുഷ്യാവകാശങ്ങളുടെ, ന്യൂനപക്ഷ അവകാശങ്ങളുടെയൊക്കെ നഗ്നമായ ലംഘനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിയമപരമായ യാതൊരു സാധുതയുമില്ലാത്ത ഒരു കഥ ഉപയോഗിച്ച് കന്യാസ്ത്രീകളെയും പുരോഹിതന്മാരെയും മിഷണറിമാരെയും വേട്ടയാടുന്നത്, ടാർഗറ്റ് ചെയ്യുന്നത്, അറസ്റ്റ് ചെയ്യുന്നത് അത്യന്തം പ്രതിഷേധാർഹമാണ്. എൻ്റെ ശക്തമായ പ്രതിഷേധം ഈ കാര്യത്തിൽ അറിയിക്കുകയും ചെയ്തു. വനിതാ ചെസ് ലോക കിരീടം ഇന്ത്യയുടെ ദിവ്യ ദേശ്മുഖിന്. ആദ്യമായാണ് വനിതാ ചെസ് കിരീടം ഇന്ത്യ സ്വന്തമാക്കുന്നത്. ഫൈനലിൽ കൊനേരു ഹംപിയായിരുന്നു ദിവ്യയുടെ എതിരാളി. 19-കാരിയുടെ പകിട്ടുള്ള നേട്ടം രാജ്യത്തിന് അഭിമാനം. ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് ദിവ്യ ദേശ്മുഖിന്. ടൈ ബ്രേക്കറിലെ രണ്ടാം മത്സരത്തിൽ ജയിച്ചാണ് ബുദ്ധിയുടെ മത്സരത്തിൽ ദിവ്യ രാജ്ഞിയായത്. ചെസ് ഫൈനലിലെ ക്ലാസിക് മത്സരങ്ങൾ രണ്ടും സമനിലയായിരുന്നു. തുടർന്ന് വിജയിയെ തീരുമാനിക്കാൻ മത്സരം ടൈ ബ്രേക്കറിലേക്ക് നീങ്ങി. ടൈ ബ്രേക്കറിലെ ആദ്യ റാപ്പിഡ് മത്സരത്തിൽ വെള്ളക്കരുക്കളുടെ മുൻതൂക്കം ദിവ്യയ്ക്കായിരുന്നു. അത് ജയമാക്കാൻ താരത്തിന് കഴിഞ്ഞില്ല. മത്സരം സമനിലയിൽ പിരിഞ്ഞു. 3 സമനിലകൾക്ക് ശേഷം ദിവ്യയും ഹംപിയും 1.5 പോയിന്റുകളുമായി ഒപ്പത്തിനൊപ്പം തുടർന്നു. റാപ്പിഡ് ചെസ്സിലെ രണ്ടാം മത്സരത്തിൽ കടുത്ത പോരാട്ടത്തിന്റെ സൂചന നൽകി കറ്റാലൻ ഓപ്പണിംഗ് ആണ് ഹംപി നടത്തിയത്. 40ാം നീക്കത്തിൽ അനുഭവ സമ്പത്തുള്ള ഹംപിക്ക് ചുവട് പിഴച്ചു. ദിവ്യയുടെ കാലാൾക്ക് മുന്നേറാൻ അവസരം കിട്ടിയത് മത്സരത്തിൽ കറുപ്പു കരുക്കൾക്ക് കരുത്തായി. മത്സരം 75 നീക്കം വരെ നീണ്ടെങ്കിലും ഹംപി അടിയറവ് പറഞ്ഞു. ആനന്ദ കണ്ണീരിന്റെ പുഞ്ചിരി ദിവ്യയ്ക്ക് സ്വന്തം. $50,000 ഫിഡെ വനിതാ ചെസ് കിരീട നേട്ടത്തിനുള്ള സമ്മാനം. മഹാരാഷ്ട്രയിലെ നാഗ്പൂർ സ്വദേശിയാണ് ഗ്രാൻഡ് മാസ്റ്റർ ദിവ്യ ദേശ്മുഖ്. അമ്മയും അച്ഛനും ഡോക്ടർമാർ. ആന്ധ്രയിലെ ഗുഡിവാഡ സ്വദേശിയാണ് 38-കാരിയായ കൊനേരു ഹംപി. ഇന്ത്യക്കാർ ആദ്യമായി ഫൈനലിലെത്തിയ വനിതാ ചെസ്സിൽ കിരീടം നമ്മുടെ ഏത് താരത്തിനെന്നേ തീരുമാനമാകാനുണ്ടായിരുന്നുള്ളൂ. പൊരുതിത്തോറ്റ ഹംപിയുടെ നേട്ടത്തിനും തിളക്കം ഏറെയാണ്. സ്പോർട്സ് ഡെസ്ക്, അമൃത TV. ADGP MR അജിത് കുമാർ ഇനി എക്സൈസ് കമ്മീഷണർ. പോലീസിൽ നിന്ന് മാറ്റി സർക്കാർ ഉത്തരവിറക്കി. ശബരിമലയിൽ ട്രാക്ടറിൽ യാത്ര ചെയ്തതിലാണ് നടപടി. ജൂലൈ 12, 13 എന്നീ ദിവസങ്ങളിലാണ് ADGP MR അജിത് കുമാർ ശബരിമലയിലേക്ക് ട്രാക്ടറിൽ യാത്ര ചെയ്തത്. സന്നിധാനത്ത് നവഗ്രഹ വിഗ്രഹ പ്രതിഷ്ഠ നടന്ന ദിവസമാണ് അദ്ദേഹം ക്ഷേത്രത്തിലെത്തുന്നത്. പമ്പ സന്നിധാനം റൂട്ടിൽ ചരക്കു നീക്കത്തിന് മാത്രമേ ട്രാക്ടർ ഉപയോഗിക്കാവൂ എന്നും ഡ്രൈവറല്ലാതെ മറ്റൊരാളും അതിൽ ഉണ്ടാകാൻ പാടില്ലെന്നും 12 വർഷം മുൻപ് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഈ ഉത്തരവ് ലംഘിച്ചാണ് അജിത് കുമാർ ട്രാക്ടറിൽ പേഴ്സണൽ സ്റ്റാഫുമായി പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കും തിരിച്ചും ട്രാക്ടറിൽ യാത്ര നടത്തിയത്. സംഭവത്തിൽ പമ്പ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരുന്നു. ട്രാക്ടർ യാത്ര വിവാദമായതോടെ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി വിഷയത്തിൽ ഇടപെട്ടു. സംഭവത്തിൽ അജിത് കുമാറിനെ കോടതി രൂക്ഷമായി വിമർശിച്ചു. ഗുരുതര നിയമലംഘനമാണ് ADGP നടത്തിയതെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം. ഇതേ തുടർന്നാണ് അജിത് കുമാറിനെ പോലീസിൽ നിന്ന് മാറ്റിയത്. അജിത് കുമാറിനെ പോലീസിൽ നിന്ന് മാറ്റിയ വിവരം കോടതിയെ അറിയിക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ലക്ഷങ്ങൾ മുടക്കി കടലിൽ പോയിട്ടും ജീവിതം കരപിടിപ്പിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുകയാണ് മത്സ്യത്തൊഴിലാളികൾ. ഇതിനിടെ മത്സ്യബന്ധന യാനങ്ങൾക്ക് ഇന്ധന നികുതി ഇളവ് അനുവദിക്കാത്തതും തിരിച്ചടിയാകുന്നുണ്ട്. മത്സ്യത്തൊഴിലാളിയുടെ പ്രശ്നങ്ങളിൽ സർക്കാർ ഇടപെടൽ ഉണ്ടായില്ല എങ്കിൽ വരും ദിവസങ്ങളിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിലേക്ക് കടക്കാനാണ് ഭാരതീയ മത്സ്യപ്രവർത്തക സംഘത്തിന്റെ തീരുമാനം. ടോപ് 10 സ്പെഷ്യൽ. മത്സ്യത്തൊഴിലാളികൾക്ക് ഇത് വറുതിയുടെ കാലമാണ്. പല കുടുംബങ്ങളും പട്ടിണിയിലുമാണ്. മത്സ്യത്തൊഴിലാളികളെ ചേർത്ത് പിടിക്കേണ്ട സർക്കാർ സംവിധാനം ഇനിയും അവരോടുള്ള അവഗണന തുടരുകയാണോ? അവർക്കും ചിലത് പറയാനുണ്ട്.
ക്ഷേമനിധി ആനുകൂല്യങ്ങൾ കാലാനുസൃതമായി പരിഹരിക്കാത്തതും മത്സ്യബന്ധന യാനങ്ങൾക്ക് ഇന്ധന നികുതി ഇളവ് അനുവദിക്കാത്തതുമാണ് ഇവർ നേരിടുന്ന മറ്റു പ്രശ്നങ്ങൾ. മത്സ്യത്തൊഴിലാളികളുടെയും അവരുടെ മക്കളുടെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളും പെൺമക്കളുടെ വിവാഹ ധനസഹായവും വർദ്ധിപ്പിക്കണമെന്ന് ഭാരതീയ മത്സ്യപ്രവർത്തക സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉദയ ഘോഷ് ആവശ്യപ്പെട്ടു. അപകടം നിറഞ്ഞ ഒരു മേഖലയിൽ ജോലി ചെയ്യുന്ന വിഭാഗമാണ് മത്സ്യത്തൊഴിലാളികൾ. നമ്മുടെ തൊഴിൽ ദിനങ്ങൾ വളരെ കുറവാണ്. 365 ദിവസമുണ്ടെങ്കിലും ശരാശരി 120-130 ദിവസം മാത്രമേ മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകാൻ സാധിക്കുന്നുള്ളൂ. അതുതന്നെ മറ്റുള്ള ജോലി പോലെയല്ല. ജോലിക്ക് പോയാൽ കൂലി ഉറപ്പില്ലാത്തൊരു മേഖലയാണ്. മത്സ്യം തേടിപ്പിടിച്ച് കണ്ടെത്തി മത്സ്യം നടത്തണം. അപ്പോൾ പലപ്പോഴും മത്സ്യം ലഭിക്കാത്ത സാഹചര്യവുമുണ്ട്. അവർക്കുള്ള ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നാണ് സർക്കാരിനോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. കടൽ ഇരമ്പുന്നത് പോലെ പിടയുകയാണ് ഓരോ മത്സ്യത്തൊഴിലാളികളുടെയും മനസ്സ്. അവർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങളെങ്കിലും എത്രയും വേഗം സർക്കാർ ഉറപ്പുവരുത്തണം. ഈ മേഖലയിൽ മത്സ്യത്തൊഴിലാളികൾ ക്ഷേമനിധിയിലേക്ക് അടക്കുന്ന 1500 രൂപ അടച്ചു കഴിഞ്ഞാൽ പഞ്ഞമാസത്തിൽ ഞങ്ങൾക്ക് തരേണ്ട 4500 രൂപ അത് ഒരു ഗഡു മാത്രമാണ് തന്നത്. 50 ദിവസം ട്രോളിംഗ് നിരോധനത്തിന് ഇത് തിരിച്ചു തരേണ്ട സർക്കാർ ഇതുവരെക്കും മത്സ്യത്തൊഴിലാളികൾക്ക് തിരിച്ചു തന്നിട്ടില്ല. ലക്ഷക്കണക്കിന് ഉറുപ്പിന് മുതലെടുത്തിട്ട് ഞങ്ങൾ പണിക്ക് പോയിട്ട് ജൂൺ ജൂലൈ ആയി, ഈ സീസൺ തീരാനായി. ഒരു വർഷത്തിൽ ഞങ്ങൾക്ക് കിട്ടേണ്ട പണിയില്ല, ഒരു പൈസ പോലും. ഇപ്പോൾ ഒരു 10 ദിവസമായിട്ടുള്ളൂ ചില്ലറ മത്തിൻ്റെ പണി വന്നിട്ട് അത് കിട്ടുന്നവർക്കുണ്ട്. അപ്പോൾ ഈ മേഖല ആകെ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുക. ശ്രീജിത്തിനൊപ്പം ലക്ഷ്മിപ്രിയ, അമൃത ന്യൂസ്, കോഴിക്കോട്. മത്സ്യബന്ധന മേഖലയെ തകർക്കുന്ന നിലപാടിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോകണമെന്നും വിവിധ സംസ്ഥാനങ്ങൾ പ്രഖ്യാപിച്ച നികുതി ഇളവ് കേരളത്തിലും നടപ്പിലാക്കണമെന്നും ഭാരതീയ മത്സ്യപ്രവർത്തക സംഘം സംസ്ഥാന പ്രസിഡന്റ് പീതാംബരൻ പി പറഞ്ഞു. മത്സ്യത്തൊഴിലാളികൾ അവരുടെ ട്രോളിംഗ് നിരോധനത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ 52 ദിവസം എങ്ങനെയാണ് മത്സ്യത്തൊഴിലാളി ജീവിക്കുന്നത്? ഈ മത്സ്യത്തൊഴിലാളി എങ്ങനെയാണ് ജീവിക്കേണ്ടത്? അവരുടെ കുട്ടികളെ എങ്ങനെയാണ് പോറ്റേണ്ടത്? അവരുടെ കുട്ടികളെ വിദ്യാലയത്തിലേക്ക് എന്തിനു അയക്കണം, എങ്ങനെ അയക്കണം, മറ്റ് ചിലവുകൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം? ഇതൊന്നും സർക്കാരിനൊരു ചിന്തയില്ല. സർക്കാർ ഒരു വർഷം ഡീസൽ ഇനത്തിൽ മാത്രം സബ്സിഡി നൽകാത്തതുകൊണ്ട്, വാറ്റിൽ ഇളവ് പ്രഖ്യാപിക്കാത്തതുകൊണ്ട് 100 മുതൽ 200 കോടി രൂപ വരെ മത്സ്യത്തൊഴിലാളികളിൽ നിന്നും സംസ്ഥാന സർക്കാർ കൊള്ള ചെയ്ത് കൊണ്ടുപോവുകയാണ്. 1-2 ബോട്ട് കയ്യിലുണ്ടായിരുന്ന ആൾക്കാർ പലരും ഇന്ന് ഈ മേഖല ഉപേക്ഷിച്ച് പോവുകയാണ്. അവർക്ക് ആർക്കും തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. വർഷത്തിൽ 120 മുതൽ 130 ദിവസം വരെയാണ് അവർക്ക് തൊഴിൽ ലഭ്യതയുടെ ദിവസമായിട്ട് മാറുന്നത്. വലിയൊരു വിഭാഗം കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ വിഷയത്തിൽ അവർക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. ഇതോടൊപ്പം തന്നെ ഭാരിച്ച ഇന്ധന ചെലവ് കാരണം മത്സ്യം പിടിക്കാൻ വേണ്ടി പോവും. 1, 2, 3 ദിവസം മത്സ്യം ലഭിച്ചില്ലെങ്കിൽ അതിൻ്റെ ബാധ്യതയോർത്ത്, കടമോർത്ത് അവർ പിന്നീട് പണിക്ക് പോകാതെയാവും. അത്തരത്തിൽ സാമ്പത്തികമായിട്ട് ദുരിതത്തിലാണെന്ന് കേരളത്തിലെ മത്സ്യബന്ധന സമൂഹം. ലക്ഷ്മിപ്രിയ ചേരുകയാണ്. ലക്ഷ്മി, കഷ്ടപ്പാടൊക്കെ സഹിച്ച് കടലിൽ പോയിട്ട് മീൻ പോലും കിട്ടാത്ത വറുതിയിലാണ് മീൻപിടുത്തക്കാർ, നമുക്കറിയാം. അതിന് പിന്നാലെയല്ലേ ഇപ്പോൾ ക്ഷേമനിധി ആനുകൂല്യങ്ങൾ പോലും കാലാനുസൃതമായി പരിഷ്കരിക്കാത്തൊരവസ്ഥ കൂടി? കടം വാങ്ങിയും മറ്റുമാണ് മത്സ്യത്തൊഴിലാളികൾ വലകളും അതുപോലെ തന്നെ ഇന്ധനങ്ങളും വാങ്ങിച്ച് കടലിലേക്ക് പോകുന്നത്. എന്നാൽ 40 ലക്ഷത്തിലധികം രൂപ ഇവർക്ക് ഇതിനു മാത്രമായി മുതൽ മുടക്കുണ്ട്. എന്നാൽ മത്സ്യങ്ങൾ പലപ്പോഴും ലഭിക്കാത്ത ഒരവസ്ഥയും നേരിടുന്നുണ്ട്. ഇതാണ് ഇവർ പ്രധാനമായും നേരിടുന്ന പ്രശ്നം. ഇതിന് പിന്നാലെയാണ് ക്ഷേമനിധി ആനുകൂല്യങ്ങൾ കാലാനുസൃതമായി പരിഷ്കരിക്കണമെന്ന ആവശ്യം മത്സ്യത്തൊഴിലാളികൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതുപോലെ തന്നെ മത്സ്യബന്ധന യാനങ്ങൾക്ക് ഇന്ധനനികുതി ഇളവ് അനുവദിക്കാത്തത് ഇവരുടെ പ്രധാന പ്രശ്നമാണ്. ഈ പ്രശ്നങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ട് തന്നെ ഇന്ന് മത്സ്യത്തൊഴിലാളികളെല്ലാം പ്രതിഷേധിച്ചിരുന്നു. ഈ 2 ആവശ്യങ്ങളുമാണ് പ്രധാനമായും ഇവർ ഉന്നയിക്കുന്നത്. ഏതായാലും ഇനി സർക്കാർ ഇവർക്കെതിരെ കണ്ണടക്കുകയാണെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. അതായത് സംസ്ഥാന വ്യാപകമായ പ്രതിഷേധത്തിനാണ് ഇവർ ഒരുങ്ങുന്നത്. അതുപോലെ തന്നെ ഭാരതീയ മത്സ്യപ്രവർത്തക സംഘം പ്രധാനമായും പറയുന്നത് ഇവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകണം, അവരുടെ മക്കൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ആനുകൂല്യങ്ങൾ നൽകണം, അതുപോലെ തന്നെ വിവാഹ ധനസഹായം വർദ്ധിപ്പിക്കണം പെൺകുട്ടികളുടെ എന്ന ആവശ്യങ്ങളെല്ലാം ഇവർ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ഇനിയും സർക്കാരിൻ്റെ നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിനാണ് ഇവർ ഒരുങ്ങുന്നത്. തീർച്ചയായും മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ സർക്കാർ കാണണം എന്ന് തന്നെയാണ് അവർ ആവശ്യപ്പെടുന്നത്. അതുതന്നെയാണ് ടോപ് 10-നും പറയാനുള്ളത്.
വെല്ലുവിളിച്ച് വെള്ളാപ്പള്ളി നടേശനെ തിരിച്ചു വെല്ലുവിളിച്ച പ്രതിപക്ഷ നേതാവ്. UDF-നെ നല്ല ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ തിരിച്ചെത്തിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്നാണ് VD സതീശൻ പറഞ്ഞത്. എന്നാൽ UDF മികച്ച വിജയം നേടിയാൽ വെള്ളാപ്പള്ളി നടേശൻ രാജിവെക്കേണ്ടതില്ല എന്നും VD സതീശൻ പറഞ്ഞു. 98 സീറ്റ് UDF-ന് കിട്ടിയ അദ്ദേഹം രാജിവെക്കുന്നു. 97 വരെ അദ്ദേഹത്തിന് യാതൊരു സംശയമില്ല. അദ്ദേഹത്തെ പോലെ പരിണതഫലത്തിനായ ഒരു സമുദായ നേതാവ്, നമ്മുടെ സംസ്ഥാനത്തെ രാഷ്ട്രീയമൊക്കെ നന്നായി നിരീക്ഷിക്കുന്ന ഒരാൾ UDF-ന് ഒരു 97 സീറ്റ് വരെ കിട്ടുമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. പിന്നെയുള്ളൊരു 4-5 സീറ്റുകളിൽ ഒരു 100 കവിഞ്ഞു പോകാനുള്ള കാര്യം അത് ഞങ്ങൾ കഠിനാധ്വാനം ചെയ്ത് അത് 100-ലധികം സീറ്റാണ്. ഞാൻ അദ്ദേഹത്തുമായിട്ട് വെല്ലുവിളിയോ ഒന്നുമില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. UDF-നെ നല്ല ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് ചോദിച്ചു. ഉറപ്പായി പോകും. UDF-നെ നല്ല ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും. പിന്നെ എന്നെ കാണില്ല. അത് ഞാൻ സമ്മതിക്കും. അത് ഞാൻ സ്വീകരിക്കും. തിരുവനന്തപുരം DCC അധ്യക്ഷനായിരുന്ന പാലോട് രവിയുടെ ഫോൺ സംഭാഷണം ചോർന്ന വിഷയത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് അന്വേഷണ ചുമതല. KPCC അച്ചടക്ക സമിതി അധ്യക്ഷനാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഫോൺ ചോർച്ചയുടെ ഗൂഢാലോചന അടക്കമുള്ള മുഴുവൻ വിവരങ്ങളും അന്വേഷിക്കാനാണ് KPCC നിർദ്ദേശം. വാമനപുരം മണ്ഡലം ജനറൽ സെക്രട്ടറി A. ജലീലും പാലോട് രവിയും തമ്മിൽ നടത്തിയ സംഭാഷണം പുറത്തായത് സംബന്ധിച്ച വിശദമായ അന്വേഷണത്തിനാണ് KPCCയുടെ നീക്കം. ഇതിന്റെ ഭാഗമായി KPCC അച്ചടക്ക സമിതി അധ്യക്ഷനായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ് ഇത് സംബന്ധിച്ച അന്വേഷണത്തിന് നിയോഗിച്ചത്. അന്വേഷിക്കാൻ വേണ്ടി ചുമതലപ്പെട്ട ഞാൻ അതിൻ്റെ ഒരു കാര്യം പോലും നോക്കാതെ ഒരു കമൻറ്റ് നടത്തുന്നത് ശരിയല്ലല്ലോ. ഞാനപ്പോൾ പരിശോധിച്ചു. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഒരു നീതിബോധവും നീതിപൂർവമായിട്ടുള്ള തീരുമാനമേ ഉണ്ടാവൂ. തന്നെ DCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റുന്നതിന്റെ ഭാഗമായി നടന്ന ചതിയാണിതെന്നാണ് പാലോട് രവി നേതാക്കളെ അറിയിച്ചത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് സമഗ്രമായ അന്വേഷണത്തിന് KPCC തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ നിയോഗിച്ചത്. വാമനപുരം മണ്ഡലം ജനറൽ സെക്രട്ടറിയായ A. ജലീൽ വെഞ്ഞാറമൂട് പോലീസിലും ഇത് സംബന്ധിച്ച പരാതി നൽകിയിട്ടുണ്ട്. താൻ ശബ്ദ സന്ദേശം അയച്ചിട്ടില്ലെന്നും അതിനാൽ തൻ്റെ ഫോണിൽ നിന്നും ശബ്ദ സന്ദേശം ചോർത്തിയത് സംബന്ധിച്ച അന്വേഷണം വേണമെന്നുമാണ് പരാതി. സാമൂഹ്യ മാധ്യമങ്ങളിൽ തനിക്കെതിരെ നടക്കുന്ന രൂക്ഷമായ പ്രതികരണങ്ങൾ സംബന്ധിച്ചും അന്വേഷണം വേണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതോടെ പാർട്ടിക്കുള്ളിൽ തന്നെ നടക്കുന്ന ചേരിപ്പോരുകൾ കൂടി അന്വേഷണത്തിന്റെ ഭാഗമാകും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വിദ്യാഭ്യാസത്തിലൂടെ സാമൂഹിക പരിവർത്തനവും വിശ്വമംഗളവും സാധ്യമാകണമെന്ന RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് അമൃത ആശുപത്രിയിൽ നടന്ന ജ്ഞാനസഭയുടെ സമാപന സഭയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. അറിവിൻ്റെ കണ്ണുകളിലൂടെയും കാരുണ്യത്തിൻ്റെ കൈകളിലൂടെയും ലോകത്ത് സ്നേഹത്തിൻ്റെ വിപ്ലവം ഉണ്ടാകണമെന്ന വീഡിയോ സന്ദേശത്തിൽ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി പറഞ്ഞു. 4 ദിവസങ്ങളിലായി നടന്നുവന്ന ജ്ഞാനസഭ അവസാനിച്ചു. ആധ്യാത്മികതയുടെ നാടാണ് ഭാരതമെന്നും നമ്മുടെ ദേശീയത വളരെ ശുദ്ധമാണെന്നും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് അഭിപ്രായപ്പെട്ടു. മെക്കാളെ മുന്നോട്ട് വെച്ച കൊളോണിയൽ വിദ്യാഭ്യാസ രീതി ഇന്നത്തെ ഭാരതത്തിന് യോജിക്കുന്നതല്ല. മറിച്ച് ഭാരതീയമായ വിദ്യാഭ്യാസത്തിലൂടെ വിശ്വമംഗളത്തിനായുള്ള ശക്തിയെ ഉണർത്തുവാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. पुण्य सनातन नित्य नूतन परंपरा के ज्ञान की आवश्यकता संपूर्ण विश्व को आज है. उनके पास रास्ता नहीं. सब प्रकार के प्रयोग करके 2000 वर्षों के बाद दुनिया थक गई है. उनके लिए सब रास्ते बंद हो गए, पैर लड़खड़ा रहे. उनको प्रतीक्षा है भारत से, और भारत का ये ईश्वर प्रदत्त कर्तव्य है. उसके लिए भारत को तैयार होना है. അറിവിന്റെ കണ്ണുകളിലൂടെയും കാരുണ്യത്തിന്റെ കൈകളിലൂടെയും ലോകത്ത് സ്നേഹത്തിന്റെ വിപ്ലവം ഉണ്ടാകണമെന്ന് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു. നിർമ്മിത ബുദ്ധിയുടെ ഈ കാലഘട്ടത്തിൽ ശരീരത്തെ വസ്തുക്കൾ അടിമയാക്കുകയാണ്. വികാരങ്ങളെ നിയന്ത്രിച്ച് നാം ജീവിക്കേണ്ടതുണ്ടെന്നും അമ്മ ഓർമ്മിപ്പിച്ചു. ഭാരതത്തിലെ ഋഷിമാർ മാത്രമല്ല, സാധാരണ ജനങ്ങൾ പോലും അറിവിൽ രമിച്ചവരാണ്. അറിവാകുന്ന പാലിൽ നിന്നും ലഭിക്കുന്ന വെണ്ണയാണ് ഉത്തമ സംസ്കാരം. സംസ്കാരം എന്ന സഹജീവികളുള്ള സഹാനുഭൂതിയാണ്. അപ്പൊ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ വായിക്കും വാരൻ മാത്രം വേണ്ടിയുള്ളതല്ല, നമ്മുടെ സംസ്കാരത്തെ കൂടി. അതാണ് മൂല്യം. സകല ജീവരാശികളുള്ള പ്രേമത്തിലും ഐക്യത്തിലുമാണ് വിദ്യാഭ്യാസം പൂർണ്ണമാകുന്നത്.
UGC വൈസ് ചെയർമാൻ ഡോക്ടർ ദീപക് ശ്രീവാസ്തവ അധ്യക്ഷത വഹിച്ച സമാപന സഭയിൽ സ്വാമി വിവേകാനന്ദ യൂണിവേഴ്സിറ്റി ചാൻസലർ അജയ് തിവാരി, ശിക്ഷാ സംസ്കൃതി ഉദ്ധാന്യാസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ഡോക്ടർ അതുൽ കോത്താരി എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ 4 ദിവസങ്ങളിലായി പിറവം വെളിയനാട് ആദിശങ്കര നിലയത്തിലും ഇടപ്പള്ളി അമൃത ആശുപത്രിയിലുമായി നടന്നുവന്ന ജ്ഞാനസഭ സമാപിച്ചതായി ശിക്ഷാ സംസ്കൃതി ഉദ്ധാന്യാസ് അറിയിച്ചു. അമൃത ന്യൂസ്, കൊച്ചി. സന്യാസി ശ്രേഷ്ഠർ നേതൃത്വം നൽകുന്ന ധർമ്മ സന്ദേശയാത്രയ്ക്ക് ഒക്ടോബർ 7-ന് കാസർഗോഡ് തുടക്കമാകും. യാത്രയുടെ ഭാഗമായി മാതാമൃതാനന്ദമയി മഠം കോഴിക്കോട് മഠാധിപതി സ്വാമി വിവേകാമൃതാനന്ദപുരിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ഗൃഹസമ്പർക്ക പരിപാടി നടന്നു. ഒക്ടോബർ 7 മുതൽ 21 വരെയാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ധർമ്മ സന്ദേശയാത്ര സംഘടിപ്പിക്കുന്നത്. ഒക്ടോബർ 9-ന് യാത്ര കോഴിക്കോട് എത്തിച്ചേരും. യാത്രയുടെ ഭാഗമായ ഗൃഹസമ്പർക്ക പരിപാടി മാതാ അമൃതാനന്ദമയി മഠം കോഴിക്കോട് മഠാധിപതി സ്വാമി വിവേകാമൃതാനന്ദപുരിയുടെ നേതൃത്വത്തിൽ പുതിയാപ്പയിൽ നടന്നു. തുടർന്ന് സ്വാമിയുടെ സത്സംഗവും ഉണ്ടായിരുന്നു. നമ്മൾ ഇതെല്ലാം ചിട്ടകളെല്ലാം ചെറുപ്പകാലത്തിലെ പഠിപ്പിക്കണം. അതിന് ധർമ്മം എന്താണെന്ന് പഠിപ്പിക്കണം. നമുക്ക് ധർമ്മം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. രാമായണം പോലെയുള്ള ഗ്രന്ഥങ്ങൾ, അതിനാണ് ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. അത് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിന് എത്ര മനോഹരമായിട്ടാണ്. അപ്പോൾ ഇതൊക്കെ രാമായണത്തിൽ നമ്മൾ പഠിക്കേണ്ട പാഠങ്ങളാണ്. ഇതൊക്കെ കുട്ടികളുടെ ഉള്ളിലേക്ക് പോയാൽ അവരുടെ മനസ്സിൽ ചെറുപ്പകാലം മുതൽ കിടക്കുന്നത്. മൂല്യച്യുതി സംഭവിക്കുന്ന സമൂഹമാണ് ഇപ്പോഴുള്ളതെന്നും അതിന് പരിഹാരം കാണാൻ സന്യാസിമാർ ഉൾപ്പെടെ സമൂഹത്തിലിറങ്ങി ബോധവൽക്കരണം നടത്തുക എന്നതാണ് സന്ദേശയാത്രയുടെ പ്രധാന ലക്ഷ്യമെന്ന് സ്വാമി വിവേകാമൃതാനന്ദപുരി പറഞ്ഞു. ഹിന്ദു സമാജങ്ങളിൽ അനുഭവിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് മൂല്യച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് ഇന്ന് നമ്മുടെ ഹിന്ദു സമൂഹം. അപ്പോൾ അതിന് ഒരു പരിഹാരം എന്നുള്ള നിലയിൽ സന്യാസിമാരടക്കം സമൂഹത്തിൽ ഇറങ്ങി ഒരു ബോധവൽക്കരണം നടത്തുകയാണ് ഈ ഒരു പരിപാടിയുടെ മുഖ്യമായ ഉദ്ദേശം. വിശ്വ ഹിന്ദു പരിഷത്ത് കോഴിക്കോട് മഹാനഗർ ജില്ലാ അധ്യക്ഷൻ NK സജിത്ത്, സെക്രട്ടറി ജയരാജ് മലയിൽ എന്നിവർ പങ്കെടുത്തു. അമൃത ന്യൂസ്, കോഴിക്കോട്.